പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്തെ LPG പ്രതിസന്ധി രൂക്ഷം. മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി. ഗാർഹിക സിലിണ്ടർ വിതരണത്തിന് മുൻഗണന നൽകാനാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ടിക്കറ്റിനൊപ്പം ഭക്ഷണം ബുക്ക് ചെയ്തവർക്ക് പോലും ട്രെയിനുകളിൽ ഇനി പാകം ചെയ്ത ഭക്ഷണം ലഭിക്കില്ല. എന്നാൽ പ്രതിസന്ധി ബാധിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 30% ഇന്ധന പ്രതിസന്ധി മാത്രമാണ് രാജ്യത്ത് ഉള്ളതെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പക്ഷേ മുംബൈ, ബാംഗ്ലൂർ എന്നീ മെട്രോ സിറ്റികളിൽ സിലിണ്ടറുകൾ ലഭിക്കാനില്ല. ക്ഷാമം രൂക്ഷമായതോടെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് രാജ്യത്തെ ഹോട്ടലുകൾ. 10%-ലധികം LPGയുടെ അധിക ഉൽപാദനം നടക്കുന്നുണ്ടെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ടാകില്ലെന്നുമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉറപ്പ്. പ്രതിസന്ധി കണക്കിലെടുത്ത് റിലയൻസ് LPGയുടെ അധിക ഉൽപാദനത്തിന് എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ജാംനഗർ കേന്ദ്രീകരിച്ച് കൂടുതൽ ഉൽപാദനം നടത്താനാണ് നിർദ്ദേശം. ഇന്ധന പ്രതിസന്ധിക്കെതിരെ മഹിളാ കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗ്യാസ് സിലിണ്ടറുകളും പാത്രങ്ങളും തലയിലേന്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. LPG ക്ഷാമം റെയിൽവേയിലും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ട്രെയിനുകളിൽ ഭക്ഷണ വിതരണം നിലച്ചേക്കും. പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് താൽക്കാലികമായി നിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ടിക്കറ്റിനൊപ്പം ഭക്ഷണം ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പണം റീഫണ്ട് നൽകുന്നത് ആലോചനയിലെന്ന് IRCTC വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.